എന്നിവിടെ നിന്ന് ഈശി കളിയാക്കുമായിരുന്നു. ഫോട്ടോ എടുത്തോണ്ടിരിക്കാതെ. അപ്പൊ ഞാൻ വേഗം ഫൈനൽ വീഡിയോ എടുക്കും കഴിക്കാൻ കൊതിയായിട്ട്. ഹായ് ഫ്രണ്ട്സ്, ബൈറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ യുപിയിലെ കപ്പയും യുപിയിലെ മീനും. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കൃഷി ചെയ്തുണ്ടായ കപ്പയാണ്. പിന്നെ ഇവിടെ ലോക്കലി ഏറ്റവും കൂടുതൽ കിട്ടുന്ന മീനാണ് റോഹു. അപ്പൊ അതാണ് ഇന്ന് നമ്മൾ കപ്പക്ക് കൂട്ടായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കപ്പ ഞാൻ ഇവിടെ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഉടച്ചിട്ടുണ്ടാക്കുന്ന കപ്പയല്ല കേട്ടോ, നമ്മളിന്ന് ഉണ്ടാക്കുന്ന സിമ്പിൾ കപ്പയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഉടച്ചിട്ടുണ്ടാക്കുന്ന കപ്പേൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, ഞങ്ങളുടെ ചാനലിൽ കിടപ്പുണ്ട്. അത് നല്ല, ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെ കേട്ടോ കപ്പ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇഷ്ടമാണ് നിങ്ങൾക്കെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റി കപ്പയാണ്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ സിമ്പിൾ കപ്പയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് പിന്നെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കപ്പ വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ചിലത് വേവിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ ഉപ്പിടില്ല, പിന്നെ കുറച്ച് വെന്തിട്ടാണ് ഉപ്പിടുന്നത്. ഈ കപ്പ ഞങ്ങൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഇത്തിരി വേവേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ഉപ്പും മഞ്ഞളും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു 2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പം നമുക്ക് ഇനി ഇതിനൊന്ന് വേവിച്ചെടുക്കാം. ഇത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് റോഹുവിൻ്റെ മീൻ കറി ഉണ്ടാക്കാം. മീനൊക്കെ ഇവിടെ വാങ്ങിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ കിട്ടുന്നത്. അതിന് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റോഹു ഫിഷ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു 10-20 കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വലിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു 2 തക്കാളി, 3 പച്ചമുളക്, കറിവേപ്പില. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക്, കുറച്ച് ജീരകം, കുറച്ച് ഉലുവ, ഇത് മൂന്നും പൊട്ടാൻ വേണ്ടി ഒന്ന് വയ്ക്കാം. ഇതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 2 തണ്ട് കറിവേപ്പിലൊക്കെ വെക്കാം. എന്ന് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും ജസ്റ്റ് ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കാം. കുഞ്ഞുള്ളി എത്ര കൂടുതലിട്ടാലും നല്ലത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ കറിയിൽ ഇങ്ങനെ നിറയെ കുഞ്ഞുള്ളി ഉണ്ടാവുന്നത്. ഇനി നമുക്ക് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുഞ്ഞുള്ളി നന്നായിട്ട് വഴന്നു വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനാവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഫിഷ് മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് ഈ മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നല്ല മണം വരുന്നുണ്ട്. മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ല ഡ്രൈ ആയി. ഇനി ഇതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് അടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വയ്ക്കാം. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് നമ്മുടെ കപ്പ എന്തായാലും നോക്കാം. അപ്പോൾ നമ്മുടെ കപ്പ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിതിലുള്ള വെള്ളം കളഞ്ഞെടുക്കാം. പിന്നെ ഒന്നുമില്ല, പിന്നെ കടുക് വറുക്കുക വേണ്ടു. കപ്പ റെഡിയാണ്. അതൊന്ന് വെള്ളം കളയട്ടെ. വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടുണ്ട്. ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് കടുക് വറുക്കാം. നമുക്ക് തക്കാളി എന്തായി നോക്കാം. തക്കാളി ഏതാണ്ട് ആയി. ഇത്രേ ആവുള്ളൂ, ബാക്കി മീനിൻ്റെ കൂടെ കിടന്നായിക്കോളും. നേരത്തെ പറയാത്തൊരു ഇൻഗ്രീഡിയൻ്റ് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 5 കുടംപുളിയുണ്ട്. ഇതും കൂടെ നമുക്കിത് ചേർത്ത് കൊടുക്കാം. കുടംപുളി ചേർത്തതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മീൻകറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ചിട്ട് വേണം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാൻ. അതുവരെ 2 കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് ഇതിനെ അടച്ചു വയ്ക്കാം. അപ്പം നമ്മൾ ചേർത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഫിഷ് ചേർത്ത് കൊടുക്കാം. ഒരു കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് മീനിനെ അടച്ചു വെച്ച് വേവിക്കാം. മീൻ ഇവിടുന്ന് നന്നായിട്ട് കുടുകുടാന്ന് തിളക്കുന്നുണ്ട്. അപ്പം വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കപ്പയൊന്ന് കടുക് വറക്കാം. ഇനി എണ്ണയിലോട്ട് കപ്പേനൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നല്ല നാടൻ കപ്പ റെഡിയാണ്. അപ്പം മീൻ ഏതാണ്ട് വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് ഈ വെള്ളം ഇത്രയും വെള്ളത്തിൽ കറി കിടക്കുമ്പോൾ അത്ര സുഖം ഉണ്ടാവില്ല. അപ്പം നമുക്ക് ഇതിനൊന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ നമ്മൾ കപ്പ ഇലയിലോട്ടിട്ടിട്ടുണ്ട്. ഒരു ഫിഷ് ഫ്രൈ എടുക്കട്ടെ. ഈ ഒരു കോമ്പിനേഷൻ ശരിക്കും എൻ്റെ എവർ ഫേവറേറ്റ് ആണ്. കപ്പയും മീനും എൻ്റെ എന്നല്ല, നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ മലയാളികളുടെയും ഫേവറേറ്റ് തന്നെയായിരിക്കും. നമ്മുടെ മീൻ കറിയും ശരിക്കും പറഞ്ഞാൽ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ, നമ്മുടെ അയലേനെ മത്തീനെയൊക്കെ. എന്നാലും ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ രോഹു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഇവിടെ നിന്ന് ഈശി കളിയാക്കുമായിരുന്നു. ഫോട്ടോ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വേഗം ഫൈനൽ വീഡിയോ എടുക്കും കഴിക്കാൻ കൊതിയായിട്ട്. കുറേ നേരം ഇതിൻ്റെ ഒക്കെ സ്മെല്ലടിച്ചിട്ട്. അല്ല, ഞങ്ങൾക്ക് ഇവിടെ കിട്ടാത്തതുമാണേ കപ്പ. ഇത് ഉണ്ടാക്കിയതുകൊണ്ട് കിട്ടിയതാ, നട്ട് വളർത്തിയതുകൊണ്ട്. അപ്പം നമ്മൾ കുഞ്ഞു കപ്പേൻ്റെ പീസ് എടുത്തോളൂ, ചിക്ക് കൊതി കൂടാതിരിക്കാൻ വേണ്ടിയിട്ട്. ചൂട് കൊതിക്ക് ചൂടൊന്നൊരു പ്രശ്നമല്ലോ. ഫ്രൈൻ്റെ ഒരു പീസും കൂടെ എടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. കൈ പൊള്ളി. ഒരു വറ്റൽമുളകും ഒരു കറിവേപ്പിലയും, അതൊരു നല്ല കോംബോ ആണ്. അടിപൊളി കേട്ടോ. ഇതിൻ്റെ കൂടെ കട്ടൻ കാപ്പി വേണം. ഇതെനിക്ക് സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് തിന്നണം. അപ്പോൾ നമ്മളിന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈറ്റ്സിൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് അവർ വീഡിയോസ്. കീപ് സപ്പോർട്ടിങ് us. This is Subi signing off from Bytz. Bye bye.